ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ കുന്നംകുളത്തിനടുത്ത് മമ്മിയൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് 1.5 കിലോമീറ്റർ മാറിയിട്ട് പുന്നത്തൂർ ആനക്കോട്ട ആന വളർത്തൽ കേന്ദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ഇവിടെ തൃശ്ശൂർ ഒരു പെരുന്നാളിൻ്റെ ഷൂട്ടായിട്ട് വന്നതാണ്. ഇന്നും കൂടെ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ആന വളർത്തൽ കേന്ദ്രം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് കോട്ടൂർ, അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും അകത്ത് എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാനാകും. നമുക്ക് എന്തായിരുന്നാലും അകത്തോട്ട് പോകാം കേട്ടോ. ഓക്കെ, മമ്മിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. നടന്നല്ല, ബസ്സുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചായിരുന്നാലും വരാം. ഞാൻ പിന്നെ രാവിലെ സമയമായിട്ട് ഞാൻ നടന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്, കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. പിന്നെ മൊബൈൽ ക്യാമറ 25 രൂപയാണ്. അല്ലാതെ അല്ലാതെ വീഡിയോ എടുക്കുന്ന ക്യാമറയ്ക്ക് 100 രൂപയും പിന്നെ പ്രൊഫഷണലായിട്ടുള്ള ക്യാമറയ്ക്ക് 1000 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഈ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ. ഓക്കെ, ഇനി അകത്ത് പോയിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കാം. എന്തായാലും ഇന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ മുന്നേ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചല്ല വന്നത്. ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും അകത്തോട്ട് പോകാം. സെക്യൂരിറ്റി പിടിച്ച് ചേർത്തൊന്നറിയില്ല, ബാഗൊക്കെ ഉള്ളതുകൊണ്ട്. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് അവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. അകത്ത് കയറി വരുമ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുക. പുറത്ത് മാത്രമല്ല, രാവിലെ തന്നെ അകത്തും ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള മരങ്ങൾ, ആൽമരങ്ങളും അതുപോലുള്ള വലിപ്പമുള്ള മരങ്ങൾ 2 സൈഡിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല തണലാണ് കേട്ടോ. ഇതിനകത്ത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആനയെ കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് മുന്നിലായിട്ട് 2 ആന ഉണ്ട്. ഒരെണ്ണം നമുക്ക് വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ നടന്നു പോകുന്ന നടവഴിയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. അത് ഒരു കൊമ്പുള്ള ഒരു ആനയാണ് കേട്ടോ. അപ്പോൾ അത് നടന്ന് എന്തോ ആവശ്യത്തിനായിട്ട് അപ്പുറത്തേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. കൂടെ പാപ്പാനും ഉണ്ട് കേട്ടോ, അത് മാത്രമല്ല. അപ്പോൾ ഇതുപോലെയാണ് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ കുളിക്കാനൊക്കെ കൊണ്ടുപോകുന്നത്. നമ്മുടെ അടുത്തുകൂടെയൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ ആനയെ. ഇപ്പോൾ നിലവിൽ 36 ആനകളാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുക എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത് കേട്ടോ. എന്തായിരുന്നാലും നമുക്ക് അകത്തേക്ക് പോയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. വന്നപ്പോൾ തന്നെ ആനകളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് അകത്ത് കയറി വരുമ്പോൾ കുറച്ച് ആന നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ അതിന് മുന്നേ കാണേണ്ട ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പണി ചോദിച്ച് വാങ്ങിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ വേറെ ക്യാമറ, ഞാൻ പറഞ്ഞില്ലേ വേറൊരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ടോട്ടൽ എൻ്റെ 3 ക്യാമറ ഉണ്ടായിരുന്നു. പ്രോഗ്രാം എടുക്കാൻ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ജസ്റ്റ് ഇത് ഈ ഗോപ്രോയിലാകുമ്പോഴത്തേക്ക് വൈഡായിട്ടുള്ള വ്യൂ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ ചോദിച്ചത് എന്താണ്, കുറച്ച് ക്ലോസ് ആയിട്ടുള്ള വീഡിയോ കൂടെ എടുത്തോടെ ചാനലിലാണ്. നന്നായി പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അവർ പറഞ്ഞു ഇനി അടുത്ത് വേറെ ക്യാമറ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ അകത്തേക്ക് വിടില്ല. അങ്ങനെ അവിടെ ഒരു കൈയും കാലുമൊക്കെ പിടിച്ച് അവിടെ ഒരു കടയിൽ വെച്ചിട്ടാണ് പിന്നെ അകത്ത് കയറിയത്. ഇവിടെ ഒരു ആന നിൽപ്പുണ്ട്. നമുക്ക് ഇങ്ങനെ ദൂരമായിട്ടുള്ള ഇത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ പേര് ഡീറ്റെയിൽസ് ഒന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ, പറഞ്ഞുതരാൻ വേണ്ടി. 36 ആന ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് നിൽപ്പുണ്ട്, ഇവിടെ നിൽപ്പുണ്ട്. ഇനി അങ്ങോട്ട് വരിയായിട്ട് ആനകൾ നിൽക്കുന്നുണ്ട്. ഒരു ഒറ്റ കൊമ്പുള്ള ഒരു ആന നേരെ നടന്നു വന്നില്ലേ, അതാണ് ഇതാ പോകുന്നത്. ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ കൂടുകളിൽ അവർ നിൽക്കുകയാണ്. ഈ വഴിയുടെ 2 സൈഡിലായിട്ടും ആനകളെ പാർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കൂടുകളാണ്. അതിന് ഫ്രണ്ടിലായിട്ട് അതിന് കൊടുക്കാൻ ഉള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം കേട്ടോ. നമ്മൾ കോന്നി ആനക്കൂട് സന്ദർശിച്ചപ്പോഴും പിന്നെ നമ്മുടെ കോട്ടൂരും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആനയുടെ പേരും അതുപോലെ എത്ര വയസ്സായി, എവിടെ നിന്ന് വന്നതാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനൊരു ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അറിയാൻ സാധിച്ചേനെ ഇത് ഇന്ന ആനയാണ്. ആനപ്രേമികൾക്ക് അറിയായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ഇത് ഇന്ന ആനയാണ്, ഇത്ര ഏജുണ്ട്, ഇവിടെ നിന്ന് ഉള്ള ആളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. വേണമെങ്കിൽ പാപ്പാമാരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ എല്ലാ കൂടുതലും ആനപ്പാപ്പന്മാരെന്ന് നമ്മൾ കണ്ടില്ല കേട്ടോ.
പിന്നെ അവിടെ വേറെ ബോർഡുകളും കണ്ടില്ല. എന്താണ് എപ്പോഴാണ് വുഡ് കൊടുക്കുക, അല്ലെങ്കിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നോട്ടീസ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. എന്തായാലും ഈ വഴിയുടെ സൈഡിലൊക്കെ ഈ വലിയ മരങ്ങൾ നല്ല ആശ്വാസമാണ് കേട്ടോ. തണലത്ത് നമുക്ക് നടന്ന് ആനകളൊക്കെ കാണാൻ കഴിയും. ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇവിടെയുള്ള ആനകളെ ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ടെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആനയല്ല, ഇത് വേറെ 2 കൊമ്പുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് 1 കൊമ്പുള്ള ആനയാണ്. ഇതും നടന്ന് അങ്ങോട്ട് നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. വന്ന സ്ഥലത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർക്കിൾ പോലെയാണ്. നമ്മൾ ഏത് സൈഡിലേക്ക് തിരിഞ്ഞാലും അതുവഴി ഇങ്ങനെ നടന്ന് ചുറ്റിക്കണ്ട് പിന്നെയും ആ സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ വഴി ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു രംഗം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് പ്രവേശനമില്ല, കെട്ടി അടച്ചിരിക്കുകയാണ്. പണികൾ നടക്കുകയാണ്. അതിൻ്റെ പുതുതാക്കാനുള്ള അല്ലെങ്കിൽ കേടുപാടുകൾ തീർക്കാനുള്ള പണികൾ നടക്കുകയാണ്. ഇത് രാജഭരണകാലത്തുണ്ടായിരുന്ന കെട്ടിടമാണ് എന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. എനിക്ക് കൂടുതൽ അറിവുകളൊന്നും കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും അത് പണികൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കും എന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. അപ്പോൾ എവിടെ നോക്കിയാലും ആനകൾ തന്നെ. നമ്മൾ കോട്ടൂർ ഉള്ളതിനേക്കാളും കോന്നി ആനക്കൂടിൽ ഉള്ളതിനേക്കാളും ഒരുപാട് ആനകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഉച്ച സമയമാണ് വരുന്നതെങ്കിലും ഇതുപോലുള്ള വലിയ മരങ്ങളുടെ തണലുള്ളതുകൊണ്ട് അത് വലിയ ഫീൽ ചെയ്യില്ല. അതാണ് വെയിൽ. അപ്പോൾ ഇവിടെ ചെറുതും വലുതായിട്ടുള്ള വേറെയും ബിൽഡിങ്ങുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞേക്കാം. ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെയാണ് മറ്റേ വേറൊരു ആന നിന്നത്. അപ്പോൾ നമ്മൾ ഇതുവഴി കയറി അതുവഴി കറങ്ങി ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ഇപ്പുറ സൈഡ് വന്നു. ഇത് പോകുന്ന വഴിയിൽ ഒരുപാട് ആനകളെ കാണാൻ പറ്റും. പിന്നെ ഒന്നിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കാത്തത്, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ഏജ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എത്ര വയസ്സായി, ഏതാണ് പേര് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും എഴുതി വെക്കാത്തതുകൊണ്ട് നമുക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇപ്പോൾ തന്നെ തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അത് എന്തുമാത്രം ആൾക്കാർ മറ്റേ ആനയെ നടത്താൻ കൊണ്ടുപോകണമെന്നാണ് റൗണ്ട് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാം ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിലടുത്ത് കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഞാൻ ഗൈഡായിട്ടോ അങ്ങനെയൊന്നും ആരെയും കണ്ടില്ല. പിന്നെ നിർദ്ദേശങ്ങളൊന്നും എഴുതിയ ബോർഡൊന്നും കണ്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും അടിപൊളിയൊരു സ്ഥലം. നമുക്ക് തൃശ്ശൂർ നമ്മൾ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് നമ്മുടെ പുന്നത്തൂർ കോട്ട. അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ഒരു എപ്പിസോഡിലൂടെ കാണാം കേട്ടോ. ഈ വീഡിയോയുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.